നമ്മുടെ ക്രിസ്റ്റി ഡൽഹിയിലുള്ളതുകൊണ്ട് ഇപ്പോഴെങ്കിലും വിവരറിഞ്ഞു. സാംകുട്ടിയെ എവിടെയും കൂടെ പല സ്ഥലത്ത് വെച്ചും കണ്ടിട്ടുണ്ടവൻ. എവളേതോ കുറഞ്ഞ സഭക്കാരിയാന്നാ കേട്ടത്. കുടുംബവും തീരെ പോരാ, പാരമ്പര്യമാണ് കൊട്ടില്ലതാനും. എവിടെ അമ്മ വഴിക്ക് ഒരു ജാതി കുറവുണ്ടെന്നാ എനിക്ക് കിട്ടിയ വിവരം. എന്നതായാലും കരിസ്മാറ്റിക് എന്ന് ധ്യാനം എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് യവനിത് പറ്റിച്ചല്ലോ എന്നാ ഞാൻ ഓർക്കുന്നത്. എത്ര പേരാ കടുവാക്കുന്നല്ലേ ചെറുക്കനും ചോദിച്ചു വരുന്നേ. പ്രതാപവും തറവാടിത്തൊക്കെ ഉള്ള വേറെ എത്ര പെമ്പിള്ളേരെ കിട്ടിയാനവന്. പക്ഷെ പെണ്ണിനെ കണ്ട ഇതൊന്നും പറയില്ല പോലും. നല്ല മണിക്കുട്ടി പോലെ ഇരിക്കുമെന്നാ ക്രിസ്റ്റി എന്നോട് പറഞ്ഞത്. എന്നാ പിന്നെ നീ ഒന്നുകൂടെ കിട്ടിക്കോ. മണിക്കുട്ടി പോലും പള്ളിമതിലെ കുറിച്ച നല്ല എ ക്ലാസ് കുടുംബമാ കരിമണ്ണൂക്കാര്. 150 ഏക്കർ റബ്ബറും ചെറുക്കനെയും കൂടെ ഡൽഹിയിൽ കണ്ടവന്മാരുടെ കൂടെ ഓരോ ഹോട്ടലിലും കയറി ചുറ്റി നടക്കണ സിസ്മക്കാരത്തേക്ക് പിടിച്ചു കൊടുക്കാനൊക്കെ കേര. നാളത്തേക്ക് ഡൽഹിക്കുള്ള 3 ടിക്കറ്റ് ബുക്ക് ചെയ്തോ ഇപ്പൊ തന്നെ. പേടിച്ച പിടിയാലേ അവനെ കെട്ടിയെടുത്തോണ്ടെങ്കിൽ പോരാം. പിന്നെ നമ്മുടെ മാത്തച്ഛനുണ്ടല്ലോ അവിടെ, എളിഞ്ഞിരിക്കുമല്ലോ MP ആയിട്ട്. അയാളെ ഒന്ന് കണ്ടേക്കാം. ഹലോ ഹലോ എന്റെ വീട്ടുകാർ നമ്മളെ പിടിക്കാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം ഇന്നലെ രാത്രി ധ്യാനിക്കുമ്പോൾ റുഹാദ കുദിഷ തമ്പുരാൻ എനിക്ക് അറിവ് തന്നായിരുന്നു. ഡൽഹിയിലുള്ളൊരു പിശാചും സഹായത്തിനുണ്ടാവുമെന്ന് അരുളപ്പാടുണ്ടായിരുന്നു. ആനി വിഷമിക്കരുത്, നമ്മളൊന്ന് ഒളിച്ചോടാൻ പോവാ. പ്രൈസ് ദ ലോർഡ്. Running away? Really? Yeah, running away. My lord, surprising. The real adventure begins. Samkudi, where are we going? Where is our final destination? I don't know. എനിക്ക് അറിയാമേലൻ്റെ ആനി. Anywhere in the world. I don't care. Santosham kundeni kirikan mele. This is the real happiness. ഇരിക്കാനി. Hallelujah! Praise the Lord! Praise the Lord! അപ്പനും ചേട്ടന്മാരി പറ്റിച്ചോ ഏറെണ്ണം കെട്ടവൻ. എന്നാ നമുക്കൊന്ന് കാണണമല്ലോ. വെറുതെ വിടാൻ പോകണില്ല ഞാനവനെ. നോക്കിക്കോ മോനെ ക്രിസ്റ്റി, വണ്ടിയിലിടാം. നമുക്ക് മാത്തച്ഛനെ വീട് എടുത്തോട്ട് പോവാം. വല്ലതും നടക്കുമെന്ന് ഒന്ന് അറിയണമല്ലോ. കുഞ്ഞുട്ടിച്ചാൻ എന്നാത്താന്ന് വിഷമിക്കുന്നേ? നമ്മുടെ ചെറുക്കനെ തട്ടിക്കൊണ്ടുവെന്ന് പറഞ്ഞ് വെള്ളിൻ്റെയും വീട്ടുകാരുടെയും പേരിൽ ഒരു കംപ്ലൈൻറ്റ് അങ്ങോട്ട് ഫയൽ ചെയ്തത്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. നീ നമുക്ക് പോലീസിനെ വെച്ചൊരു കളിയും കളിക്കാം. ഒന്നുമല്ലെങ്കിൽ ഇത് നമ്മുടെ സഭയുടെ അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമല്ലയോ? അല്ല, എവര് നാട്ടിലേക്ക് കടന്നേക്കാൻ ഇടയുണ്ടെന്നുള്ളതാ ഞങ്ങളുടെ ബലമായ സംശയം. എന്നാ പിന്നെ നാട്ടിലും കൊടുത്ത ഒരു കംപ്ലൈൻറ്റ്. മാത്തച്ഛൻ ഗൗരവമായിട്ട് തന്നെ ആണോ ഇതൊക്കെ പറയുന്നത്? കുഞ്ഞുട്ടിച്ചാൻ എന്നതാ അതിലിനി സംശയം? നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് പൊക്കോ. ഇതിനൊക്കെ അല്ലയോ MP എന്ന് പറഞ്ഞ് ഞാനിവിടെ ഒന്ന് കിടക്കുന്നത്? ജനസേവനം അല്ലയോ എൻ്റെ ജീവിത ലക്ഷ്യം. ഇവര് നാട്ടിലെത്തിയ വിവരം പറഞ്ഞ് സാംകുട്ടിയുടെ അപ്പൻ പെണ്ണിന്റെ വീട്ടുകാരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസും ഫയൽ ചെയ്തേച്ച് ഡൽഹിയിൽ നിന്നൊക്കെ വിളിച്ചു പറയിപ്പിച്ച് ഇവിടുത്തെ പോലീസുകാരെ എവരുടെ പുറകെ ഇളക്കി വിട്ടിരിക്കുക. എന്നിട്ട് എന്നതാ, ഞാൻ വെളുപ്പിന് പട്ടി കുരയ്ക്കുന്ന കേട്ട് വരാന്തയിൽ ഇറങ്ങി നോക്കുമ്പോൾ പെണ്ണും ചെറുക്കനും എൻ്റെ മുറ്റത്ത് നിപ്പുണ്ട്. നിങ്ങൾ നേരെ പാലായി ചെന്ന് സണ്ണി വക്കീലിനെ കണ്ടാൽ മതി, എല്ലാം ചെയ്തു തരും എന്നാ യോഹന്നാൻ സാർ ഫോണിൽ കൂടി ചെറുക്കനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാലും എന്നായൊക്കെ പറഞ്ഞാലും റുഹാദ കുദിശ തമ്പുരാൻ അറിവ് കൊടുത്തൊരു ചെറുക്കൻ ഒരു പെണ്ണിനെയും കൊണ്ട് അത് ഒറ്റയ്ക്ക്. എടാ ജോയി, ഇത്രയൊക്കെ ആക്കിയിട്ട് നീയും കൂടെ കൈയൊഴിഞ്ഞ പിന്നെ അവരെയും കൊണ്ട് ഞാനിനി എന്നാ ചെയ്യും? എനിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ആകാനുള്ള ഫയല് ആ യോഹന്നാൻ സാറിന്റെ മേശപ്പുറത്ത് കിടക്കുകയും ചെയ്യുക. നീ വിഷമിക്കാതെ സണ്ണി, നിനക്ക് ഞാനുണ്ടാ. ഇതിപ്പോൾ ഈ പിള്ളേര് തലയും മാലും ഇല്ലാതെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടായി രാത്രി തന്നെ ഇതിനെ ഞാൻ വിളിച്ചു വരുത്തിയത്. ഇപ്പം കാര്യങ്ങളൊക്കെ ഏതാണ്ട് മൊത്തമായിട്ട് എനിക്ക് തിരിഞ്ഞു കിട്ടി. ഇനിയിപ്പം വരുന്നിടത്ത് വെച്ച് കാണാം, നമുക്ക് നോക്കാം. നേരെ ഏതാണ്ട് പുലരാറായി, നീ വേഗം വിട്ടോ. അല്ലെങ്കിൽ കൊച്ചിറാണി എഴുന്നേറ്റ് ഇപ്പം നിന്നെത്രയ്ക്ക് ഇറങ്ങിക്കളയും. ചെല്ല്. നീയാണടാ യഥാർത്ഥ ഫ്രണ്ട്. If the spirit of the Lord is in my soul, like David the sinner I will pray. If the spirit of the Lord is in my soul, like David the sinner I will pray. I will pray, I will pray, like David the sinner I will pray. I will pray, I will pray, like David the sinner I will pray. If the spirit of the Lord is in my soul, like David the shepherd I will
Praise the Lord, ചേട്ടാ. ഗുഡ് മോർണിംഗ് ആൻഡ് പ്രൈസ് ദ ലോർഡ് ഫ്രണ്ട്സ്. പപ്പ വലിയ കൂട്ടായാലോ ചേട്ടൻ ചേച്ചിയൊക്കെ ആയിട്ട്. ഇവരൊക്കെ ആരാന്നറിയാവോ? ഡൽഹിയിലെ കറിയാച്ചന്റെ ഫ്രണ്ട്സാ, നാട് കാണാൻ വന്നതാ. ഓ, അപ്പൊ നിങ്ങളെല്ലാം അറിഞ്ഞല്ലേ? വാ, നീ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്, അതൊക്കെ പപ്പ പറഞ്ഞാലേ അവർ കേൾക്കണ്ട. നിങ്ങൾ സ്വല്പം ഒളിവിലായതുകൊണ്ടേ ശബ്ദം കുറച്ച് കുറയ്ക്കുന്നതാണ് നല്ലത്. ആ കഥ ഒന്ന് ചാരിയേക്ക്. ഡൽഹിയിലെ കറിയാച്ചനങ്ങളുടെ ഫ്രണ്ടായ ചെറിയാനങ്ങളുടെ മോളായി ഈ ആനി ചേച്ചി. ആനി ചേച്ചിയെ കെട്ടാൻ പോകുന്ന ചെറുക്കനാ സാങ്കുട്ടിച്ചേട്ടൻ. ചെറിയാനങ്ങൾ സാങ്കുട്ടിച്ചേട്ടന് ഇഷ്ടമൊക്കെയാ, പക്ഷേ ഒരു കാര്യമുണ്ട്, ചെറിയ റിസ്ക്കുള്ള കാര്യമാ. എന്നതാണെന്നറിയാമോ? ഇവർ രണ്ടുപേരും ഒരു പന്തയത്തിൽ ജയിക്കണം, എന്നാലേ ചെറിയാനങ്ങൾ ഇവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കത്തുള്ളൂ. അതിനായിട്ട് ചെറിയാനങ്ങളും ഇവരും ചേർന്ന് ഒളിച്ചേ കണ്ടേന്നൊരു കളി കളിക്കുക. ആ, മൈ ഗുഡ് ഗേൾ. കളിയിൽ ജയിച്ച ഇവർ രണ്ടുപേരെയും കല്യാണവും കഴിപ്പിച്ചു കൊടുക്കും, ഒരു BMW കാറും മേടിച്ചു കൊടുക്കും. അതാ കരാർ. തോറ്റാലോ കല്യാണവും ഇല്ല, കാറും ഇല്ല. അപ്പം നമുക്ക് ഇവരെ ജയിപ്പിക്കണ്ടായോ? അങ്ങനെ അന്നേ അവരെ ജയിപ്പിക്കാൻ വേണ്ടി അവർ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന കാര്യം നമ്മൾ ആരോടും പറയരുത്. ഞാൻ പറയത്തില്ല, ഞാനും പറയത്തില്ല. നീ ചുമ്മാ പറഞ്ഞാ പോരാ, പപ്പായുടെ തലത്തോട്ട് സത്യം ചെയ്യും. പപ്പയാണ് സത്യം, ഞങ്ങൾ ആരോടും പറയത്തില്ല. സ്കൂളിൽ പോകാനുള്ള സമയമായോ? ഇന്നലെ ഇവിടെ സംഭവം ഉണ്ടായി. എന്തുവാ? കാണിച്ചു തരാം, പപ്പയോട് പറയല്ലേ. ഞാൻ പറയത്തില്ല, വേഗം വാ. എന്നിട്ട് ഇതേലായിരുന്നു കിളിക്കൂട്. ഒരു കുഞ്ഞമ്മ കിളി. കിളി പറന്നും പോയി, മുട്ട താഴെ വീണ് പൊട്ടുകയും ചെയ്തു. ബോള് കൊണ്ടിട്ടാ. അയ്യോ, കഷ്ടമായി പോയല്ലോ മക്കളെ. പിന്നെ അവിടെ എന്നതാ കേട്ടേ? ജോയിച്ചോ, ഈ ചാവടിയിൽ എന്നതാ ജോയിച്ച ഒരു ശബ്ദം? ആരാ അവിടെ? നിന്റെ അപ്പ മാത്തുക്കുട്ടി. നിനക്ക് എന്നാത്തിന്റെ കട? ഞാൻ അറിയാതെ ആരാണ് അതിനകത്ത് കയറുന്നേ? ഞാനൊരു സംശയം ചോദിച്ചെന്ന് വെച്ച് എന്റെ അപ്പൻ എന്നെ വിളിച്ചു. നീ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കാതെ വേഗം തോട്ടത്തിലോട്ട് ഇറങ്ങും. അവിടെ പോയി പറയണ്ടേ പപ്പ? മിണ്ടാതിരുന്നോട്. ഇതിനിടയ്ക്ക് അക്കാര്യം ഞാനങ്ങ് മറന്നു. നീ ഒന്ന് കോയമ്പത്തൂർ വരെ പോണം. ആൻസിയെ, ഓളിനെ കണ്ട ആ ടാക്സിന്റെ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കണം. അതാകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക. 2 ദിവസം അവിടെ താമസിച്ചാന്നേലും എല്ലാം ശരിയാക്കി വെച്ച് വന്നാൽ മതി, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അത് ചോദിച്ചായി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. ഞാനേ ചാക്കോ എന്ന് കോയമ്പത്തൂർക്ക് പറഞ്ഞു വിടുക പോളിനെ കാണാൻ ടാക്സിന്റെ കാര്യത്തിന്. നീ അവന് വഴിച്ചെലവുള്ള കാശം കൊടുത്തേക്ക് കേട്ടോ. ചേച്ചി, എന്നതാ ചേച്ചി ചാവടിയിൽ ഒരു ശബ്ദം? നല്ല മണവും. ആരാ അതിനകത്ത്? ഈ ചാക്കോയുടെ ഓരോ തോന്നലുകള്. ഇവിടെ നിന്ന് ഇങ്ങനെ മണം പിടിക്കാതെ ചാക്കോ വേഗം കോയമ്പത്തൂര് പോകാൻ നോക്ക്. ഞാൻ പോയി യാത്രയ്ക്കുള്ള പണവും പേപ്പറും ഒക്കെ എടുത്തോണ്ട് വരാം. അപ്പൊ കാറ് കഴുകണ്ടായോ? ഇന്നിപ്പൊ കാറ് കഴുകണ്ട. ഒരു ദിവസം കുളിപ്പിച്ചില്ലെന്ന് കരുതി അതിന് ചോറ് പിടിക്കാനൊന്നും പോകുന്നില്ല.